മനസ്സും ശരീരം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി നമ്മൾ ഇത്തവണ ഒരു റിസോർട്ടിൽ എത്തിയിട്ടോ. റൂമിൽ എത്തിയ ഉടനെ തന്നെ ബെഡിലേക്ക് ചാടി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ല നീറ്റ് ആയിരുന്നു കേട്ടോ എല്ലാതും. റൂം മാത്രമല്ല ബാത്റൂമും നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു കോഫി എൻജോയ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ നേരെ റിസോർട്ട് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. നടന്ന് കാണാൻ തന്നെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ പൂൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നിയേ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത് തന്നെ പറയാട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു ഈ പൂളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ പൂളിൽ നമ്മൾ മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ ഒരു റിസോർട്ടിലുള്ള പൂളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമ്മൾ കായൽ റിസോർട്ടാണല്ലോ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ കായലിൻ്റെ തീരത്തൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു, ഊഞ്ഞാലാടി. അങ്ങനെ പക്ഷെ നല്ല വെയിലുള്ളൊരു സമയമായിരുന്നു. നമ്മൾ ഉച്ച നേരത്താണ് അവിടെ എത്തിയത്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും അത്ര കാര്യമാക്കാതെ തന്നെ എല്ലാ ഭാഗവും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് വെയിൽ, ആ ഒരു സൺലൈറ്റ് കിട്ടുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ചെയ്തത്. അത്യാവശ്യം സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ട് അങ്ങ് വെയിലത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ടാനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അടിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ഊഞ്ഞാലിൽ കയറാൻ പോയപ്പോഴാണ് എനിക്ക് കുറച്ച് പണി കിട്ടിയത് കേട്ടോ. തീരെ എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഒപ്പിച്ചു. എനിക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു, എങ്കിലും ഞാൻ അതിൽ കയറിയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പിന്നെയും കുറേ കൂടി നടക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓടിക്കയറി. ശരിക്കും പറഞ്ഞാൽ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്പേസാണ്. ഞാൻ എൻ്റേതായ രീതിയിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു നമ്മുടെ ഇൻസ്റ്റഗ്രാമിനൊക്കെ വേണ്ടിയിട്ടായിട്ട്. ഇനി നമുക്ക് വെയിൽ മാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടങ്ങനെ ഇരുന്നപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ അതാ കുറേ കാലത്തിന് ശേഷം എനിക്ക് സൈക്കിൾ ചവിട്ടാൻ കിട്ടിയിട്ടോ. അതും നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കണ്ടിരുന്ന ആ ഒരു വ്യൂവിലൊക്കെ ഇതാ ഇതുപോലെ കായലിനരികിലൂടെയൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി നന്നായി എൻജോയ് ചെയ്തേ. അതിനുശേഷം പിന്നെ കായലിനകത്തുള്ള പരിപാടികളാട്ടോ. പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. തോണിയിൽ വരെ നമ്മൾ കയറി. തോണിയിലൊക്കെ പണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറേ കാലത്തിന് ശേഷം വീണ്ടും കയറി. നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ ഈ കായലിന് ചുറ്റും. പിന്നെ നമ്മളിതാ ഈ ഒരു ഫ്ലോട്ടിംഗ് സാധനത്തിൽ കയറി കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ അവർ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഇങ്ങനെ ചുറ്റി പോയി. അപ്പോഴാണ് നമ്മൾ അമ്പലം തുറക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇതിന് ചുറ്റും നല്ല കാം അറ്റ്മോസ്ഫിയർ ആട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. പിന്നെ ഇത് ആ കാണുന്ന ഒരു ദ്വീപ് മാതിരി നിൽക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ നമ്മൾ കയറി കേട്ടോ. ഞാൻ ഫസ്റ്റ് മുതലേ അവിടെ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അതിനുള്ളിൽ കയറിയപ്പോൾ ഇതുപോലെ കേട്ടോ, ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ദ്വീപ് മാറി ആ കായലിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളിതാ പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡിയായി. ഇതിൽ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. സാധാരണ ഏതൊരു പൂളിൽ പോയാലും അവിടെ വേറെ കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് ഭയങ്കര നമ്മുടേതായ ഒരു ലോകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. കുറേ നേരം പൂളിൽ കളിച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയായേ. അപ്പോൾ ഡിന്നറിന് ആദ്യം നമ്മളൊരു സൂപ്പ് ഓർഡർ ചെയ്തു. അതിനുശേഷം എന്താ നമുക്ക് ഫ്രൈഡ് റൈസ് വന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ പനീർ ഉണ്ടായിരുന്നു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടോ അവരുടെ ഒരു ഡിന്നർ. പിന്നെ അത് ഫിഷും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. രാവിലെ ആയപ്പോൾ 11 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വീണ്ടും എല്ലാ ഭാഗം കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയേ. രാവിലത്തെ ആ ഒരു മൂഡിൽ ആ ഒരു സ്ഥലം വീണ്ടും ചുറ്റി കണ്ടു. കാരണം നമുക്ക് കുറച്ചുകൂടിയും എനർജറ്റിക് ആയിരിക്കാൻ പറ്റുന്ന ഒരു ടൈമാണല്ലോ മോർണിംഗ്. ആ ഒരു പോസിറ്റീവ് വൈബ് ഒന്നും കൂടി ഒന്ന് അട്രാക്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഏരിയകളൊക്കെ കണ്ടുപിടിച്ച് വരണം കേട്ടോ. ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. മാത്രമല്ല നമുക്കൊന്ന് നമ്മുടെ മൊത്തത്തിൽ നമുക്കൊന്ന് റീചാർജ് ചെയ്യാൻ പറ്റുട്ടോ നമ്മളെ തന്നെ. ഈ ഒരു സ്പോട്ട് ഞാൻ ഇന്നാട്ടോ കണ്ടത്, ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് അഡ്വഞ്ചറസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലം. അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയിരുന്നു കേട്ടോ. ബ്രെഡും ജാമും അപ്പവും സ്റ്റൂവും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കാൻ പോയിട്ട് ഒരു 4-5 മീനിനെ കിട്ടി. പക്ഷെ നമ്മളൊന്നും എടുത്തില്ല, അതിലേക്ക് തന്നെ ഇട്ടു ചെറിയ മീനുകളാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ അതിമനോഹരമായ കായൽ റിസോർട്ട് വരുന്നത് ചെറായിലാണ് കേട്ടോ. ചെറായിലെ ബ്രേക്കിഷ് കായൽ റിസോർട്ട്. അപ്പൊ ഈ ഒരു കായൽ റിസോർട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ.